മകേശ, കുഞ്ഞിന്റെ വേദന കലശലാണല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? അവളെ സമയമെടുത്തുന്ന ലക്ഷണം കണ്ടിട്ട് തോന്നുന്നത്. മോളെ, എന്റെ മോളെ. വിദ്യാമ്മ വിചാരിച്ചാലൊന്നും ശിവപ്രിയ മോളുടെ വേദന മാറുമെന്നു എനിക്ക് തോന്നുന്നില്ല. നിങ്ങളൊരു കാര്യം ചെയ്, ആ വാസുകി ഡോക്ടറെ ഫോൺ ചെയ്തൊന്ന് വരാൻ പറ. അദ്ദേഹം വന്നാ കൊച്ചിന് വേദന മാറാനുള്ള എന്തെങ്കിലും മരുന്ന് കൊടുക്കും. വേദന തിന്നാതെ അവളങ്ങ് പൊക്കോട്ടെ. മഹിമ പറഞ്ഞാലും കാര്യമുണ്ട് മകേശ. അവസാന നിമിഷമെങ്കിലും അവൾക്ക് ഇത്തിരി ആശ്വാസമാകുമല്ലോ. നീ ഡോക്ടറെ ഒന്ന് വിളിക്കേ. ഡോക്ടർ നമ്പർ എനിക്ക് അറിയില്ല രുക്കുമായി. ഇത്രയും നാളായിട്ടും മോളെ ചികിത്സിച്ച ഡോക്ടറുടെ നമ്പർ പോലും കയ്യിലില്ലേ? കഷ്ടം തന്നെ. ദേവൂട്ടി വന്നു. ചിലപ്പോ ഡോക്ടറുടെ നമ്പർ ദേവൂട്ടിയുടെ കയ്യിൽ കാണും. ദേവൂട്ടിയുടെ കയ്യില് വാസു ഡോക്ടറുടെ ഫോൺ നമ്പർ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഡോക്ടറെ ഒന്ന് വിളിക്കാനാ. ഡോക്ടർ വന്നാ എന്റെ മോൾക്ക് അതൊരു ആശ്വാസമായിരുന്നു. മോളുടെ അടുത്തുമില്ലേ? ഈശ്വര, അത് ശരിയാണല്ലോ. വിദ്യാമ്മ ഫോൺ ഉപയോഗിക്കാറില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? എങ്ങനെയെങ്കിലും ഡോക്ടർ ഒന്ന് വന്നിരുന്നെങ്കിൽ. ദേവി, അമ്മേ, എന്റെ കുഞ്ഞ്. സങ്കടങ്ങൾ മാറ്റിടുന്നു, സന്തോഷം നൽകിടുന്നു. അമ്മേ, നിൻ രൂപമെൻ കണ്ണിൻ മുന്നിൽ മായാതെ നിൽക്കുന്നു എൻ ആത്മാവിൽ. മഹാദേവ, ശങ്കര, ശംഭോ, എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. ശ്രീ പരമേശ്വര. മോളെ, പഞ്ചാക്ഷരി ജപിച്ച് കിടക്ക്. വേദനയ്ക്ക് ആശ്വാസം ഉണ്ടാവും കേട്ടോ. കിടന്നോളൂ. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. മഹാദേവ, ശിവശങ്കര, കുഞ്ഞിന് കടുത്ത വേദന നൽകി അങ്ങനെ പരീക്ഷിക്കുകയാണോ? അരുത്. എന്റെ ഭക്തയെ ഇങ്ങനെ സങ്കടപ്പെടുത്തരുതേ ദേവാ. ആദിശക്തിയായ അമ്മേ, അവിടുന്നാണ് എന്നെ പരീക്ഷിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്നത്. കാലചക്രത്തിൽ അനസൂതം സംഭവിക്കേണ്ട ജനന മരണങ്ങളെ തടയാൻ ആർക്കും അവകാശമില്ലാന്നിരിക്കെ അവിടുന്ന് എന്തിനാണ് ആ ബാലികയുടെ ആത്മാവിനെ വിട്ടുതരാൻ അനുവദിക്കാത്തത്? കാലനീതി പ്രകാരം ആ ആത്മാവ് മോക്ഷപദം പോകേണ്ട നേരമായിരിക്കുന്നു. അതും അവിടത്തേക്ക് അറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് ദയവായി ഈ ഉദ്യമത്തിൽ നിന്ന് പിന്മാറും. ആ ജീവനെ എനിക്ക് യമധർമ്മനെ ഏൽപ്പിച്ചേ മതിയാവൂ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. അതിഭീഷണ കടുഭാഷണ യമകിങ്കര പടലി ഹൃദാടന പരിപീഡന മരണാഗമ സമയേ ഉമയാ സഹ മമ ചേതസി യമശാസന നിവസൻ. ശിവശങ്കര ശിവശങ്കര ഹര മേ ഹര ദുരിതം. നമഃ ശിവായ. ഓം നമഃ ശിവായ. നമഃ ശിവായ. ഓം നമഃ ശിവായ. നമഃ ശിവായ.
ഡോക്ടർ ഒന്ന് വന്നു കിട്ടണമെന്ന് മനസ്സുരുക്കി പ്രാർത്ഥിക്കുകയായിരുന്നു ഞാൻ. എന്താ തിരുമേനി, മോക്കെന്തെങ്കിലും അസ്വസ്ഥത? ആ, കുറച്ചു മുൻപ് അവൾക്ക് കലശലായ വേദന തുടങ്ങി. മോളുടെ കരച്ചിൽ കണ്ടു നിൽക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല. അത്ര കഠിനമായ വേദനയാണ് അവൾ അനുഭവിക്കുന്നത്. എന്റെ കുഞ്ഞിനെ വേദന അനുഭവിക്കാതെ സന്തോഷത്തോടെ യാത്രയാക്കാനെങ്കിലും ഡോക്ടർ എന്നെ സഹായിക്കണം. എന്റെ ഡോക്ടറെ, ഇങ്ങനെ കിടന്ന് വേദന തിന്ന് നരകിക്കാതെ ആ കുഞ്ഞിന്റെ പ്രാണം പോയാലും മതിയായിരുന്നു. അത്രയ്ക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാ. ഞാൻ മോളെ ഒന്ന് കാണട്ടെ. ഡോക്ടർ, ശിവപ്രേമോളുടെ കരച്ചില് കേട്ട് എന്റെ മോനും വിഷമിച്ച് മനസ്സ് നീറിക്കിടക്കുക. ഡോക്ടർ അവനെ കൂടി ഒന്ന് നോക്കണേ. ആദ്യം ശിവപ്രിയയുടെ അവസ്ഥ എന്താണെന്ന് നോക്കട്ടെ. നിങ്ങളെല്ലാരും ഇവിടെ നിന്നാ മതി. ഇനിയിപ്പോ ഡോക്ടർ വന്നതുകൊണ്ട് കാര്യമൊന്നുമില്ലെന്നാ തോന്നുന്നത്. കാലനെ കണ്ട് ഭയന്ന് കരയ കുഞ്ഞ്. സമയമെടുത്തു, അത് തന്നെ കാര്യം. ഈശ്വര, കിടന്ന് വേദനിക്കാതെ അവൾ അങ്ങ് വിളിക്കണേ. എന്റെ കുഞ്ഞ് ശിവപ്രേമോളെ, ഡോക്ടർ അങ്കിളോ? എന്തു പറ്റി? വേദനയുണ്ട് ഡോക്ടർ അങ്കിൾ. പേടിക്കണ്ട കേട്ടോ, ഡോക്ടർ അങ്കിളൊന്ന് നോക്കട്ടെ. ഒന്നുമില്ല കേട്ടോ, വേദനയൊക്കെ അങ്ങ് പോവും. മോള് കണ്ണടച്ച് കുറച്ചു നേരം കിടന്നോളൂ. അങ്കിൾ ഇവിടെ തന്നെ ഉണ്ട്.